ഇടത് ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന അത്യന്തം നാടകീയമായ വാർത്തകളാണ്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഇരട്ട തലവേദനയായിട്ടുണ്ട്. ഒരു വശത്ത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPIയുടെ കടുംപിടുത്തം, മറുവശത്താകട്ടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയും പിണറായി വിജയനെയും പരസ്യമായി വെല്ലുവിളിച്ച് CPM-നുള്ളിൽ തന്നെ രൂപപ്പെടുന്ന പുതിയ തിരുത്തൽവാദ ചെയ്തി. എന്താണ് LDF-ൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ആദ്യം CPIയുടെ കാര്യം തന്നെ എടുക്കാം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ഉറച്ച നിലപാടിലാണ് CPI. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് സാക്ഷാൽ പിണറായി വിജയൻ തീർത്ത് പറഞ്ഞിട്ടും CPI പിന്നോട്ടില്ല. പിണറായി പറഞ്ഞത് പാർട്ടിയുടെ ആകെ നിലപാടാണോ എന്ന് CPM വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ചോദിച്ചു. CPI പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ല എന്നുകൂടി പറഞ്ഞ് സുനീർ CPM-നെ ഒരു പടി കൂടി കടന്ന് ആക്രമിച്ചു. ഇതിനിടയിൽ CPM-നുള്ളിൽ തന്നെ മറ്റൊരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ VD സതീശനെ കടന്നാക്രമിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഉപയോഗിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലെന്ന വിമർശനമാണത്. ഈ സാഹചര്യത്തിൽ K രാജനെ പോലൊരു നേതാവിനെ പ്രതിപക്ഷ ഉപനേതാവായി കൊണ്ടുവരുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ വാദം. എന്നാൽ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് CPM-നുള്ളിലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. MA ബേബിയുടെ അനുഗ്രഹാശത്തോടെ പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ ചേരി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. P രാജീവ്, M സ്വരാജ്, KN ബാലഗോപാൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മുൻനിരയിലും EP ജയരാജൻ, PK ശ്രീമതി, P ജയരാജൻ എന്നിവർ പിന്നണിയിലുമാണ് ഈ പുതിയ വിഭാഗം കരുത്താർജിക്കുന്നത്. നേതൃത്വം തന്നെയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത നിയമസഭയ്ക്കുള്ളിലും മറനീക്കി പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം സഭയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച KN ബാലഗോപാലിനെ സാക്ഷാൽ പിണറായി വിജയൻ തടസ്സപ്പെടുത്തിയപ്പോൾ ഭരണപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടതില്ല എന്ന് അതേ നാണയത്തിൽ ബാലഗോപാൽ തിരിച്ചടിച്ചു. പിണറായി വിജയന് പാർട്ടിയിലുള്ള ചോദ്യം ചെയ്യപ്പെടാത്ത അപ്രമാദിത്വത്തിനേറ്റ വലിയ തിരിച്ചടിയാണത്. CPM-നുള്ളിലെ ഈ ചേരിതിരിവ് കാരണം ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗം പോലും ഇതുവരെ ചേർന്നിട്ടില്ല. ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന വിപുലമായ സംസ്ഥാന സമിതിയിലും വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഈ പുതിയ ചേരി ഉയർത്തുന്ന കലാപക്കൊടി നിർണായകമാകും. പാർട്ടിയെ പൂർണ്ണമായും ഒരു വ്യക്തി കേന്ദ്രീകൃത സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ നീങ്ങുന്നത്. ഇത് പഴയ VS പിണറായി കാലത്തെ വിഭാഗീയതയല്ല, മറിച്ച് CPM-ന്റെ പ്രവർത്തന ശൈലിയെ തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ്. വരാനിരിക്കുന്ന പ്ലീനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും പിണറായി വിജയൻ നേതൃത്വം കൈമാറാൻ നിർബന്ധിതമാകുമോ, അതോ വിമതരെ ഒതുക്കി അദ്ദേഹം വീണ്ടും തന്റെ അപ്രമാദിത്വം നിലനിർത്തുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്.